ഇന്ത്യയിൽ നിന്ന് തനിച്ച് ഹജ്ജിനെത്തിയ സ്ത്രീകൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുള്ളത്. മക്കയിൽ സ്ത്രീകൾക്ക് മാത്രം താമസിക്കാനുള്ള കെട്ടിടങ്ങളും ഡിസ്പെൻസറികളും ആരംഭിച്ചു. മഹ്റം കൂടെയില്ലാതെ 5100 വനിതാ തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയിരിക്കുന്നത്. ഇതിൽ 3400ഓളം തീർത്ഥാടകർ കേരളത്തിൽ നിന്നാണ്. ഇവർക്ക് മാത്രമായി നിരവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സൗദിയിൽ. പ്രത്യേക ഹജ്ജ് വിമാനങ്ങൾ ഇവർക്കായി സർവീസ് നടത്തുന്നു. വനിതകൾക്ക് താമസിക്കാനായി മാത്രം 14 കെട്ടിടങ്ങളാണ് മക്കയിൽ നീക്കിവച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വനിതാ തീർത്ഥാടകരുടെ പരിചരണത്തിനായി വനിതാ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക മെഡിക്കൽ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ തീർത്ഥാടകരുടെ സേവനത്തിനായി പരിശീലനം ലഭിച്ച വനിതാ വളണ്ടിയർമാരാണ് ഇന്ത്യയിൽ നിന്നെത്തിയിരിക്കുന്നതെന്ന് കോർഡിനേറ്റർ സൈനബ് സയ്യിദ് പറഞ്ഞു. Apart from these 9, we also have 15 Khadim al-Hujjaj who are taking care of the ground realities, like they are visiting the rooms of the lady pilgrims every day in the morning and evening and finding out if they have any grievances with regard to accommodation or with regard to performance of their religious duties. So Khadim al-Hujjaj is like our grassroots level. മികച്ച സൗകര്യങ്ങളാണ് പുണ്യഭൂമിയിൽ ലഭിക്കുന്നതെന്നും പരമാവധി സ്ത്രീകൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും തീർത്ഥാടകർ അഭിപ്രായപ്പെടുന്നു. I must a big thank you for Mrs. Smriti Irani and the Hajj Committee of India. The services are amazing, unexpected. And the way we were welcomed and the kind of security and transportation, medical, all kind of help is available. So I'm really happy and excited, and I want to invite all the women who want to come without mehram. In fact, with mehram, they should come and really explore the kind of services we are getting over here. The security, even at midnight. 70 വയസ്സ് പിന്നിട്ട വനിതാ തീർത്ഥാടകർക്ക് പ്രത്യേക പരിചരണം നൽകുന്നുണ്ട്. ശക്തമായ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമായാണ് പല തീർത്ഥാടകരും ചികിത്സ തേടിയെത്തുന്നത്. ഇപ്പം എല്ലാവർക്കും സാധാരണയായിട്ടുള്ള സ്ത്രീകൾ കൂടുതലായിട്ടൊന്നും നടക്കാതെയൊക്കെ വീട്ടിലിരിക്കുന്നവരായിരിക്കുമല്ലോ കൂടുതലും. പിന്നെ അവർ കൂടുതലും ഒരു ഏജ്ഡ് ആയിട്ടുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവർ ഒത്തിരി ഒന്നും നടക്കാതെ ഇവിടെ വന്നിട്ട് തവാഫും പിന്നെ അവർക്ക് ഇത് കാണുമ്പം ഒരു ആവേശമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അത് ആരുടെയും കുറ്റമല്ല. ഇവിടെ വരുമ്പം അവർ ഇത്രയും നാള് കാണാതിരുന്നൊരു സ്ഥലം, ദുആ ചെയ്തൊരു സ്ഥലം നമ്മൾ മുമ്പിൽ കാണുമ്പോൾ ആർക്കായാലും ഒരു ആവേശം ഉണ്ടാവില്ല. അപ്പോൾ അവർ കൂടുതലായിട്ട് ഉംറയും തവാഫും ഒക്കെ ചെയ്താൽ കൂടുതലും വേദന. പിന്നെ ഈ തണുത്ത വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു വെളിയിൽ നല്ല ചൂട്, അകത്ത് നല്ല AC. അപ്പൊ അത് കാരണം ശ്വാസകോശ സംബന്ധമായിട്ട് കുറച്ച് അസുഖങ്ങൾ, പനിയൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. ഹറം പള്ളിയിൽ പോയി വരാൻ പ്രത്യേക ഷട്ടിൽ സർവീസുകളും സൗദിയിലെ മറ്റു യാത്രകൾക്ക് പ്രത്യേക ബസ്സുകളുമുണ്ട്. മഹ്റമില്ലാതെ ആദ്യമായാണ് ഇത്രയധികം തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണമംഗലം, 24.